നമസ്കാരം. ഇന്നത്തെ ഈ സെഷനിൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ L of f of t is equal to integral from 0 to infinity e raised to minus st f of t dt. ഇത് എസ്സിൽ വരുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതായത് ടി ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷനെ എസ്സിൽ വരുന്ന മറ്റൊരു ഫംഗ്ഷനായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നു ലാപ്ലേസ് ട്രാൻസ്ഫോം. ഫംഗ്ഷനെ ഇ റേസ് ടു മൈനസ് എസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ശേഷം 0 to ഇൻഫിനിറ്റി എന്ന ലിമിറ്റ്സ് കൊടുത്തുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എസ്സിൽ വരുന്ന ഒരു ഫംഗ്ഷനായിട്ട് മാറുന്നു. അതിനെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് വിളിക്കാം. ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ അനേകം പ്രോപ്പർട്ടീസുകൾ വരുന്നു. അവയിൽ ചില പ്രോപ്പർട്ടീസ് ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. ആദ്യം ലീനിയാരിറ്റി പ്രോപ്പർട്ടി. രണ്ട് കോൺസ്റ്റൻസും രണ്ട് ഫങ്ഷൻസും കൺസിഡർ ചെയ്യുന്നു. C1 and C2 are two constants. അതുപോലെ രണ്ട് ഫങ്ഷൻസ് F1 and F2 എന്നെടുക്കുന്നു. F1 is a function of t, fun of t എന്നെഴുതാം. അതുപോലെ മറ്റൊരു ഫംഗ്ഷൻ F2, ടിയിൽ വരുന്ന മറ്റൊരു ഫംഗ്ഷൻ F2 എന്നെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ C1, C2, F1, F2 ഇവ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലീനിയർ കോമ്പിനേഷൻ എഴുതാം. C1 ഇൻറ്റു F1 പ്ലസ് C2 ഇൻറ്റു F2 എന്ന ലീനിയർ കോമ്പിനേഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ ഈ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നതും ടിയിൽ വരുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് ഈ വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാം. C1 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് F1 ഓഫ് ടി പ്ലസ് C2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് F2 ഓഫ് ടി. ഇതാണ് ഈ രണ്ട് ഫങ്ഷൻസിൻ്റെയും ലീനിയർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ സം ഇസ് ഈക്വൽ ടു സം ഓഫ് ദെയർ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് വരുന്നു. അതോടൊപ്പം അതിൽ വരുന്ന കോൺസ്റ്റൻസിനെ ഔട്ട്സൈഡ് നമുക്ക് എഴുതാം. ഇതാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ബൈ ഡെഫിനിഷൻ, ഈ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എഴുതാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യുന്നു. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് C1 F1 മീൻസ് F1 ഓഫ് ടി പ്ലസ് C2 ഇൻറ്റു F2 ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു, ഇവിടെ എഫ് ഓഫ് ടി എന്ന ഫംഗ്ഷന് പകരം ഈ ലീനിയർ കോമ്പിനേഷൻ എഴുതുന്നു. C1 ഇൻറ്റു F1 ഓഫ് ടി പ്ലസ് C2 ഇൻറ്റു F2 ഓഫ് ടി ഡി ടി. ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ഇൻ്റഗ്രൽ ഫ്രം 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു C1 ഇൻറ്റു F1 ഓഫ് ടി. അപ്പോൾ C1 ആദ്യം എഴുതുന്നു. C1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു F1 ഓഫ് ടി. അതായത് ഈ ബ്രാക്കറ്റിന് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. പ്ലസ് ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു C2 ഇൻറ്റു F2 ഓഫ് ടി, C2 ഇൻറ്റു F2 ഓഫ് ടി ഡി ടി. ഈ വിധത്തിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് എ സം എന്ന രൂപത്തിൽ വരുന്നു. ഇതിനെ നമുക്ക് രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to ഇൻഫിനിറ്റി C1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി F1 ഓഫ് ടി ഡി ടി എന്നും പ്ലസ്
integral from 0 to infinity c2 into e raised to minus st into f2 of t dt എന്നും എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതിൽ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി, അതുകൊണ്ട് c1 ഔട്ട്സൈഡ് ഓഫ് ദി ഇൻ്റഗ്രൽ എന്ന് എഴുതാം. c1 ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി e raised to minus st into f1 of t dt. അതുപോലെ c2 ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി e raised to minus st into f2 of t dt എന്നും എഴുതുന്നു. ദിസ് ഇസ് ഈക്വൽ ടു c1 ഇൻറ്റു ഇനി ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി e raised to minus st f1 of t എന്നത് ബേസിക് ഡെഫിനിഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം. ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി e raised to minus st f of t dt എന്നതാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം c1 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, ഇതിൽ എഫ് ഓഫ് ടി എന്നതിന് പകരം f1 ഓഫ് ടി എന്ന് വന്നു. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f1 ഓഫ് ടി എന്ന് എഴുതാം. അതുപോലെ c2 ഇൻറ്റു ഈ ഇൻ്റഗ്രലിനെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f2 ഓഫ് ടി എന്നും എഴുതുന്നു. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് ലീനിയർ കോമ്പിനേഷൻ c1 f1 ഓഫ് ടി പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് c1 f of t plus c2 f2 of t equal to c1 into Laplace transform of f1 of t plus c2 into Laplace transform of f of t. ഇവിടെ മൈനസ് എന്നാണെങ്കിലും ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ c1 into L of f1 of t plus ഹിയർ മൈനസ് എന്ന് വരുന്നു, മൈനസ് c2 ഇൻറ്റു L of f2 of t എന്ന് എഴുതാം. ഇത് രണ്ട് ഫങ്ഷൻസിൻ്റെ കേസിൽ ഈ വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാമെങ്കിൽ ഇതിൻ്റെ ഒരു ജനറലൈസേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ജനറൽ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ n കോൺസ്റ്റൻസും n ഫങ്ഷൻസും കൺസിഡർ ചെയ്യുന്നു. c1 c2 എക്സെട്ര cn n കോൺസ്റ്റൻസ് എടുക്കുന്നു. അതുപോലെ n ഫങ്ഷൻസ് ആയിട്ട് f1 ഓഫ് ടി, f2 ഓഫ് ടി എക്സെട്ര fn ഓഫ് ടി, n ഫങ്ഷൻസ് എല്ലാ ഫങ്ഷനും ടിയിൽ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ജനറൽ റിസൾട്ടായിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് c1 ഇൻറ്റു f1 ഓഫ് ടി പ്ലസ് ഓർ മൈനസ് c2 ഇൻറ്റു f2 ഓഫ് ടി പ്ലസ് ഓർ മൈനസ് എക്സെട്ര പ്ലസ് ഓർ മൈനസ് cn ഇൻറ്റു fn ഓഫ് ടി ഈക്വൽ ടു c1 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f1 ഓഫ് ടി പ്ലസ് ഓർ മൈനസ് c2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f2 ഓഫ് ടി പ്ലസ് ഓർ മൈനസ് എക്സെട്ര പ്ലസ് ഓർ മൈനസ് cn ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് fn ഓഫ് ടി എന്ന വിധത്തിൽ ഒരു ജനറൽ റിസൾട്ട് എക്സ്പ്രസ് ചെയ്യാം. ഇതും നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ കേസിൽ നമ്മൾ പ്രൂവ് ചെയ്ത പ്രകാരം പ്രൂവ് ചെയ്യാം. അടുത്തതായി ലീനിയാരിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് cos hat എന്ന ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെയും sin hat എന്ന ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം cos hat is equal to e raised to at plus e raised to minus at divided by 2 എന്നും sin hat is equal to e raised to at minus e raised to minus at divided by 2 എന്നും. അതായത് ഹൈപ്പർബോളിക് കൊസൈൻ്റെയും ഹൈപ്പർബോളിക് സൈനിൻ്റെയും എക്സ്പോണൻഷ്യൽ ഫോമിലെ ഡെഫിനിഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos hat is equal to Laplace transform of e raised to at plus e raised to minus at
ഡിവൈഡഡ് ബൈ 2 എന്നെഴുതാം. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഇ റേസ് ടു മൈനസ് എ ടി ഡിവൈഡഡ് ബൈ 2 എന്നെഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് നമുക്കിതിൽ 1/2 എന്ന കോൺസ്റ്റൻറ്റിനെ ഔട്ട് സൈഡ് എഴുതാം. 1/2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി പ്ലസ് അതുപോലെ 1/2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി ബൈ ദി ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് ഈ വിധത്തിൽ എഴുതാം. This is equal to 1/2 into Laplace transform of e raised to at is 1 by s minus a plus 1/2 into Laplace transform of e raised to minus at is 1 by s plus a. This is equal to 1/2 into 1/2 common ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1/2 into 1 by s minus a plus 1 by s plus a എന്ന് എഴുതാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ this is equal to 1/2 into ഡിനോമിനേറ്ററിൽ s മൈനസ് എ ഇൻറ്റു എസ് പ്ലസ് എ എന്ന് വരുന്നു. ന്യൂമറേറ്ററിൽ എസ് പ്ലസ് എ പ്ലസ് എസ് മൈനസ് എ എന്ന് വരുന്നു. ദാറ്റ് ഈസ് 1 ഇൻറ്റു എസ് പ്ലസ് എ പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് എ ഇൻ ദി ന്യൂമറേറ്റർ. ദിസ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇവിടെ നമുക്ക് എസ് പ്ലസ് എ പ്ലസ് എസ് മൈനസ് എ എന്നുള്ളതിനെ എസ് പ്ലസ് എസ് ഈസ് 2s എന്ന് എഴുതാം. എ പ്ലസ് മൈനസ് എ 0 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എസ് പ്ലസ് എ ഇൻറ്റു എസ് മൈനസ് എ എന്നതിനെ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. 2 ക്യാൻസൽഡ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് എ ടി is equal to s divided by s square minus a square എന്ന് കിട്ടുന്നു. ലീനിയാരിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് എ ടി ഈസ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് എ ടി ഈക്വൽ ടു Laplace transform of sin h at in terms of the exponential function is e raised to at minus e raised to minus at divided by 2 എന്ന് എഴുതാം. This is equal to Laplace transform of e raised to at divided by 2 minus e raised to minus at divided by 2. 1/2 കോമൺ ആയിട്ട് എഴുതുകയാണെങ്കിൽ 1/2 into Laplace transform of e raised to at minus Laplace transform of e raised to minus at എന്ന് എഴുതുന്നു. That is equal to 1/2 into Laplace transform of e raised to at is 1 by s minus a minus Laplace transform of e raised to minus at is 1 by s plus a. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ this is equal to 1/2 into ഡിനോമിനേറ്ററിൽ എസ് മൈനസ് എ ഇൻറ്റു എസ് പ്ലസ് എ എന്ന് വരുന്നു. ദാറ്റ് ഈസ് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ന്യൂമറേറ്ററിൽ 1 ഇൻറ്റു എസ് പ്ലസ് എ മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് എ എന്ന് കിട്ടുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ന്യൂമറേറ്ററിൽ എസ് മൈനസ് എസ് 0 എന്ന് വരുന്നു. അതുപോലെ എ മൈനസ് മൈനസ് ഓഫ് എ എന്ന് പറയുമ്പോൾ എ പ്ലസ് എ 2a എന്ന് വരുന്നു. ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ. 2 ക്യാൻസൽ ചെയ്യുമ്പോൾ എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് എ ടി ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് എഴുതാം. കോസ് എച്ച് എ ടിയുടെയും സൈൻ എച്ച് എ ടിയുടെയും ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്നതിന് ലീനിയാരിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നു. അടുത്തതായി രണ്ടാമത്തെ പ്രോപ്പർട്ടി ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്നറിയപ്പെടുന്നു. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി.
അതായത് ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഫൈ ഓഫ് എസ് എന്നാണെങ്കിൽ ഇതേ ഫംഗ്ഷനെ ഇ റൈസ് ടു എ ടി എന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്നതിനെ ഫൈ ഓഫ് എസ് മൈനസ് എ എന്നെഴുതാം. അതായത് ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാമെങ്കിൽ ഇതേ ഫംഗ്ഷനെ ഇ റൈസ് ടു എ ടി എന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫൈ ഓഫ് എസ്സിലെ എസ്സിന് എസ് മൈനസ് എ എന്ന് റീപ്ലേസ് ചെയ്യുന്നു. അതായിരിക്കും കറസ്പോണ്ടിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിട്ട് വരുന്നത്. ഇതിനെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നു. അതായത് എസ്സിനെ എസ് മൈനസ് എ എന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. എസ്സിനെ എസ് മൈനസ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ബൈ ദി ഡെഫിനിഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇതിൻ്റെ പ്രൂഫാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു നമുക്കറിയാം ഇൻ്റഗ്രൽ ഫ്രം 0 to infinity ഇ റൈസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി എങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്നതിനെ നമുക്ക് എഴുതാം ഇ റൈസ് ടു ഇൻ്റഗ്രൽ ഫ്രം 0 to infinity ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇവിടെ എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് വരുന്നത് ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to infinity ഇ റൈസ് ടു മൈനസ് ഓഫ് ടി ഇൻറ്റു എസ് മൈനസ് എ എന്നെഴുതാം. ബേസ് ഈ ആയതുകൊണ്ട് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു. മൈനസ് ടി ഔട്ട് സൈഡിൽ എഴുതുകയാണെങ്കിൽ ബ്രാക്കറ്റിനകത്ത് എസ് മൈനസ് എന്ന് എഴുതാം എഫ് ഓഫ് ടി ഡി ടി. അപ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to infinity ഇ റൈസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി എന്നത് ബേസിക് ഡെഫിനിഷൻ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഫ്രം 0 to infinity സെയിം ലിമിറ്റ്സ് വരുന്നു. ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് എ ടി അതായത് ഇതിലെ എസ് എന്നതിന് പകരം എസ് മൈനസ് എ എന്ന ഒരു ചേഞ്ച് വന്നു. അതുപോലെ എഫ് ഓഫ് ടി ഡി ടി ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എസ് മൈനസ് എയിൽ വരുന്ന ഒരു ഫംഗ്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈക്വൽ ടു ഫൈ ഓഫ് എസ് മൈനസ് എ എന്ന് വരുന്നു. ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഫൈ ഓഫ് എസ് എന്നാണെങ്കിൽ അതേ ഫംഗ്ഷനെ ഇ റൈസ് ടു എ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എസ്സിന് പകരം എസ് മൈനസ് എ എന്ന് നേരത്തെ ഉണ്ടായിരുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ റീപ്ലേസ് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അടുത്ത ഇതിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം നമുക്ക് ചെയ്യാം. നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എസ്. കാരണം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഈസ് ദാറ്റ് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ എസ് എന്ന് മുൻ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 ഈക്വൽ ടു 1 ബൈ എസ് എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഈ 1നെ ഇ റൈസ് ടു 2t എന്ന ഒരു ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് 1 ബൈ എസ് മൈനസ് 2 എന്നെഴുതാം. ഇ റൈസ് ടു എ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ്സിന് എസ് മൈനസ് എന്ന് റീപ്ലേസ് ചെയ്യുന്നു. ഈ ഉദാഹരണത്തിൽ
എയുടെ സ്ഥാനത്ത് 2 എന്നും എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് 1 എന്ന കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ നമുക്ക് 1ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇസ് ഈക്വൽ ടു 1/s എന്നറിയാം. അങ്ങനെയാണെങ്കിൽ എസ്സിനെ s-2 എന്ന് റീപ്ലേസ് ചെയ്താൽ 1 × e⁻²t ലാപ്ലേസ് ട്രാൻസ്ഫോം ലഭിക്കുന്നു. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻²t ഇസ് ഈക്വൽ ടു 1/s-2. നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at ഇസ് ഈക്വൽ ടു 1/s-a എന്ന് മുൻ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻²t ഇസ് ഈക്വൽ ടു 1/s-2 എന്ന് വരുന്നു. സെയിം എക്സ്പ്രഷൻ തന്നെ നമുക്ക് ഈ വിധത്തിലും കണ്ടെത്താം. അതായത് 1ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s എന്നാണെങ്കിൽ 1നെ e⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s-2 എന്ന് വരുന്നു. വി റീപ്ലേസ് s/s-2. അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 2t, ഇത് നമുക്ക് 2 ഡിവൈഡഡ് ബൈ s² പ്ലസ് 2² എന്നെഴുതാം. കാരണം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin at എന്ന് പറയുന്നത് a ഡിവൈഡഡ് ബൈ s² പ്ലസ് a² എന്ന റിസൾട്ട് നമ്മൾ മുൻ സെഷനിൽ ചർച്ച ചെയ്തു. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 2t ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ a² പ്ലസ് 2² എന്ന് എഴുതാം. എങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻−3t ഇൻറ്റു sin 2t എന്നതിനെ നമുക്ക് എഴുതാം 2 ഡിവൈഡഡ് ബൈ s+3 ദി ഹോൾ സ്ക്വയർ പ്ലസ് 2² എന്ന് എഴുതാം. e⁻−3t കൊണ്ട് sin 2t മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എസ്സിനെ s+3 എന്ന് റീപ്ലേസ് ചെയ്യുക. s-3 ദാറ്റ് ഈസ് s+3 എന്ന് റീപ്ലേസ് ചെയ്യുന്നു. അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 3t ഈക്വൽ ടു s ഡിവൈഡഡ് ബൈ s² പ്ലസ് 3² എന്നാണ്. എങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻4t ഇൻറ്റു cos 3t എന്നതിന് നമുക്ക് എഴുതാം s-4 ഡിവൈഡഡ് ബൈ s-4 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു പ്ലസ് 3². ഇവിടെ e⁻4t കൊണ്ട് cos 3t മൾട്ടിപ്ലൈ ചെയ്യുന്നു. cos 3t ലാപ്ലേസ് ട്രാൻസ്ഫോം s/s² പ്ലസ് 3² എന്ന് നമുക്കറിയാം. അപ്പോൾ s ഈക്വൽ ടു s-4 എന്ന് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഈ വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ ഏതൊരു ഫംഗ്ഷനെയും e⁻at എന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്താൻ ജസ്റ്റ് s ഈക്വൽ ടു s-a എന്ന് റീപ്ലേസ് ചെയ്യുന്നു. അടുത്ത പ്രോപ്പർട്ടി തേർഡ് വൺ, the change of scale property അതായത് ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം φ(s) എന്നാണെങ്കിൽ if Laplace transform of f(t) is equal to φ(s), then Laplace transform of f(at) is equal to 1/a into φ(s/a). അതായത് ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം φ(s) എന്നാണെങ്കിൽ f(t) എന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം φ(s) എന്നാണെങ്കിൽ f(t) എന്ന ഫംഗ്ഷനിൽ t ഈക്വൽ ടു at, അതായത് ടിയെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ
ആ ഒരു സ്കെയിൽ ചേഞ്ച് ചെയ്യുന്നു. ടി എന്ന സ്കെയിൽ AT എന്ന സ്കെയിലായിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ചേഞ്ച് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ കറസ്പോണ്ടിങ് ചേഞ്ച് എന്ന് പറയുന്നത് എസിനെ S/A എന്ന് റീപ്ലേസ് ചെയ്യുന്നു. അതോടൊപ്പം 1/A കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ചേഞ്ച് ഓഫ് സ്കെയിൽ പ്രോപ്പർട്ടി എന്നറിയപ്പെടുന്നത്. അതായത് ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം φ(s) എന്നാണെങ്കിൽ അതേ ഫംഗ്ഷനിൽ ടിയുടെ സ്ഥാനത്ത് AT എന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ 1/A ഇൻറ്റു φ(s/A) എന്ന ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രൂഫ് ബൈ ഡെഫിനിഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് എഴുതാം. L of f of AT is equal to this ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്കിങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ ഫ്രം 0 to infinity e raised to minus st into f of AT dt. ഇതിൽ AT is equal to u എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ A ഇൻറ്റു DT is equal to du എന്ന് എഴുതാം. when t equal to 0, അതായത് t equal to 0 ആകുമ്പോൾ u equal to 0 എന്ന് വരുന്നു. അതുപോലെ t equal to infinity എന്ന് കൊടുക്കുമ്പോൾ u also equal to infinity എന്ന് വരുന്നു. അപ്പോൾ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നത് സെയിം ആയിട്ട് നിൽക്കുന്നു. ഇൻ്റഗ്രൽ ഫ്രം 0 to infinity e raised to minus s t equal to ഇതിൽ നിന്നും t equal to u/a എന്ന് എഴുതാം. t is equal to u/a into f of u dt is ഇതിൽ നിന്നും dt is equal to du divided by a എന്ന് എഴുതാം. dt is du divided by a. അപ്പോൾ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു u എന്നതാണ്. അതുകൊണ്ട് 1/a ഔട്ട്സൈഡ് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു 1/a ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം 0 to infinity e raised to negative of s/a u എന്ന് എഴുതാം ഇൻറ്റു f of u du. അപ്പോൾ ബേസിക് ഡെഫിനിഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഴുതാം ദിസ് ഇസ് ഈക്വൽ ടു 1/a ഇൻറ്റു φ(s/a). കാരണം ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു യു ആണ്. വിത്ത് റെസ്പെക്ട് ടു ഇൻ്റഗ്രേറ്റ് ചെയ്ത് യുവിലായിരിക്കും 0 ആൻഡ് ഇൻഫിനിറ്റി എന്ന ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് s/a-യിൽ വരുന്ന ഒരു ഫംഗ്ഷനായിട്ട് മാറുന്നു. ദാറ്റ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി ചേഞ്ച്ഡ് ഫംഗ്ഷൻ f of AT is equal to 1/a ഇൻറ്റു φ(s/a) എന്ന് വരുന്നു. ഒരു ഉദാഹരണം നോക്കാം. സൈൻ HAT നമുക്കറിയാം. സൈൻ HATയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം L of സൈൻ HT എന്നെടുക്കാം. സൈൻ HTയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം 1 ഡിവൈഡഡ് ബൈ s² മൈനസ് 1². കാരണം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ HAT ഇസ് ഈക്വൽ ടു a ഡിവൈഡഡ് ബൈ s² മൈനസ് a² എന്നതാണ്. ഇതിൽ a ഈക്വൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 ഡിവൈഡഡ് ബൈ s² മൈനസ് 1 എന്ന് വരുന്നു. എങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ h(2t) ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം. ഇപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് t വി യൂസ് 2t. ടിയുടെ സ്ഥാനത്ത് 2t എന്ന് എഴുതുന്നു. അപ്പോൾ ഈ ചേഞ്ച് ഓഫ് സ്കെയിൽ പ്രോപ്പർട്ടി പ്രകാരം 1/a ഇൻറ്റു φ(s/a) എന്ന് എഴുതാം. ഇതിൽ a ഈക്വൽ ടു 2 എന്നതാണ്. അപ്പോൾ 1/2 ഇൻറ്റു φ(s/a). ഇതിനെ φ(s) എന്നെടുക്കാം. എസിനെ s/a എന്ന് റീപ്ലേസ് ചെയ്യുന്നു. ഈ കേസിൽ a ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നമുക്ക് φ(s/2) എന്ന ഫോർമാറ്റിൽ എക്സ്പ്രസ് ചെയ്യാം. 1 ഡിവൈഡഡ് ബൈ s/2 ദി ഹോൾ സ്ക്വയർ മൈനസ് 1 എന്ന് വരുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു
1 divided by a square by 2 square minus 1, that is 1 by 2 into 1 divided by a square minus 2 square divided by 2 square, that is equal to 2 square 1 by 2 into 2 square divided by a square minus 2 square, that is 2 divided by s square minus 2 square is 4 or 2 square. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് 2t is equal to 2 divided by a square minus 2 square എന്ന് കിട്ടുന്നു. അതുതന്നെയായിരിക്കും a equal to 2 എന്ന് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. when a equal to 2 നമുക്ക് എഴുതാം 2 divided by a square minus 2 square. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് 2t equal to. ഇപ്പോൾ ടിയെ എ ടി എന്ന സ്കെയിൽ ചേഞ്ച് വരുത്തുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ എസിന് പകരം എസ് ബൈ എന്ന് റീപ്ലേസ് ചെയ്യുന്നു. അതോടൊപ്പം 1 by a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് ചേഞ്ച് ഓഫ് സ്കെയിൽ പ്രോപ്പർട്ടി. ഇനി തരാൻ പോകുന്ന പ്രോബ്ലംസ് നിങ്ങൾ കണ്ടെത്തുക. ഫസ്റ്റ് വൺ ഈസ് find the Laplace transform of e raised to 5t into cos 2t. Second one, find the Laplace transform of e raised to minus 4t into sin 2t. Find Laplace transform of cos h 4t. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ട് ഇത്രയും കണ്ടെത്തുക. ഇതോടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.